ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് KFC ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ്. ടേസ്റ്റ് വൈസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇച്ചിരി കൂടെ സുന്ദരനോ സുന്ദരിയോ ഒക്കെ ആക്കാനുണ്ട്. അതെന്തായാലും നമ്മൾ റെഡിയാക്കി എടുക്കും. ഇതിൻ്റെ ഒപ്പം ഒരു ഡിപ്പും കൂടി ട്രൈ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കട്ടയ്ക്ക് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ ഉണ്ടല്ലോ കറി വയ്ക്കാൻ മേടിച്ച കഷ്ണത്തിനകത്ത് നിന്ന് 8 കഷ്ണം എടുത്തിട്ട് അത് ചെറിയ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ല നീളത്തിലുള്ള സ്ട്രിപ്സ് വേണമെങ്കിൽ ബ്രസ്റ്റ് പീസാണ് നല്ലത്. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 കപ്പിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന പാലും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ വേണ്ട, 3/4 മതി. പിന്നെ 1/4 മുതൽ അര വരെ കുരുമുളകിൻ്റെ പൊടിയും ഒരു നുള്ള് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ മിക്സഡ് ഹെർബ്സ് ആയാലും മതി. എനിക്ക് പക്ഷേ ഈ ഹെർബ്സിനോടാണ് കുറച്ചും കൂടെ താല്പര്യം. ഇതിലാകുമ്പം ഒറിഗാനോ ഉണ്ട്, ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ. അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് സവാളയും കൂടി നന്നായിട്ട് ഇങ്ങനെ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വലിയ മുട്ട എടുത്തത് കൊണ്ട് അതിൻ്റെ ഒരു 3/4 ഭാഗമൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ടത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് യോജിപ്പിച്ച് നല്ല ജ്യൂസി ആയിട്ട് ആ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് വരത്തക്ക രീതി വരെ നമ്മൾക്ക് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി അങ്ങ് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഞാനിതിപ്പം ഏകദേശം ഒരു 3:45 മണിയൊക്കെ ആയപ്പം വെച്ചിട്ട് രാത്രി ഒരു 8:45 കഴിഞ്ഞപ്പോഴൊക്കെയാണ് എടുത്തത്. അത്രയും നേരം ഇരുന്നതുകൊണ്ട് തന്നെ അത്രയും ടെൻഡറായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. മയണൈസ് ഉണ്ടാക്കാനൊന്നും നിന്നില്ല, നമ്മളിത് മേടിച്ചതാണ്. അപ്പോഴത്തേക്കും കുറച്ച് മയണൈസ് ഇതേപോലെ ബൗളിൽ ഒഴിച്ചു എടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടിയും ഒരു നുള്ള് ജീരകപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്ത് ഉണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കണം. ഒരു നുള്ള് മിക്സഡ് ഹെർബ്സും പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു ഡിപ്പുണ്ടല്ലോ സംഭവം നല്ല കിടക്കാച്ചയായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നേ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ വന്നിട്ട് ഇതിനകത്ത് മുക്കി തിന്നപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്ത്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതേ നമുക്കിതിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറും പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കുറച്ച് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തേക്കണേ. എന്നിട്ട് നന്നായിട്ടിങ്ങനെ തിരുമ്മി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അങ്ങ് എടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ചിക്കനൊക്കെ നല്ല ടെൻഡറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ട് ബാക്കി പ്രോസസ്സൊക്കെ ചെയ്ത് തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു KFC ഉണ്ടാക്കണമെങ്കിൽ 2 പേര് വേണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒരാളിങ്ങനെ നിന്ന് ഇങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് ഒന്ന് കോട്ട് ചെയ്തൊക്കെ തരുകയും അടുത്തൊരാൾ വറുത്തെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ചും കൂടെ നല്ല എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഞാനിതിപ്പോൾ 2ാമത്തെ തവണയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവാനുണ്ടായിരുന്നു. അത് ഇച്ചിരി കൂടെ വലിയ കഷ്ണമായിരുന്നു കേട്ടോ. ഇനി എന്തായാലും കഴിച്ചിട്ട് മോൻ പറഞ്ഞെന്തോന്നു, അമ്മ നമ്മളിത് ഇനി അങ്ങനെ വാങ്ങിക്കുകയൊന്നും വേണ്ട, ഇതേപോലെ വീട്ടിലുണ്ടാക്കുന്നത് നല്ലത്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ KFC ഒക്കെ മേടിക്കുന്ന വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ പറ്റുന്ന കാര്യമല്ല, കാരണം നല്ല വില കൂടുതലാണ്. അപ്പം ഇതിപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലൊന്ന് ഇച്ചിരി ഒന്ന് മെനക്കെട്ടാ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഈ ഒരു ടിപ്പ് മറന്നുപോകാതെ ചെയ്താൽ നല്ലതാണ്. ഇതേപോലെ നമ്മളൊരു സ്ട്രെയിനർ എടുത്തിട്ട് അതിനകത്ത് നമ്മളിതേപോലെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡസ്റ്റൊക്കെ അങ്ങ് പോയി കിട്ടും, നല്ലതാണ്. ഇനി നമുക്കൊരു തണുത്ത വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ട്രൈപോഡ് ഇവിടെ വെച്ചിട്ട് എല്ലാം കൂടി കാണിച്ചു തരാനുള്ളൊരു സൗകര്യം കുറവ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ വെള്ളത്തിനകത്ത് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസസും എടുത്ത് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്ലോറില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം.
ഇനിയും നമ്മളിത് ഒന്നും കൂടി നല്ലോണം ഇങ്ങനെ കോട്ട് ചെയ്ത് എടുക്കണേ. അപ്പം ചെറിയ പീസസ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ പീസാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ഉള്ളം കൈയൊക്കെ വെച്ച് നല്ല അമർത്തി കുടഞ്ഞൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ ശരിക്കും വിചാരിച്ചത് ഇതിൽ ഓട്സോ അല്ലെങ്കിൽ കോൺഫ്ലോക്സോ ഒക്കെ ചേർക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊരാന്നൊക്കെ ഇരിക്കുന്നത്. പക്ഷേ മിക്കവാറും വീഡിയോസൊക്കെ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ അതൊന്നും അല്ല. ഇവരിങ്ങനെ നല്ലോണം ഇങ്ങനെ കഷ്ണത്തിൽ പിടിച്ചിങ്ങനെ കുടഞ്ഞ് എടുക്കുമ്പോഴാണ് ആ ഫ്ലഷിലൊക്കെ പിടിച്ചിട്ട് അതിങ്ങനെ നന്നായിട്ടിങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇളവി കിടക്കുന്ന ഒരു ഇത് വരുന്നത്. അപ്പം ആ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മൊരാന്നിരിക്കും ആ ഒരു ഇതിൻ്റെ പുറത്ത്, ഈ ഫ്ലഷിൻ്റെയൊക്കെ പുറത്ത്. ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയുവാണ്, ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം KFC ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം. നമ്മൾ ഒരു പ്രാവശ്യം ചിക്കനൊക്കെ മേടിക്കുമ്പം നമുക്ക് ആളിന് ഓരോ പീസൊക്കെ എടുത്തിട്ട് ആദ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമേ. ഓരോ പീസൊക്കെ എടുത്തിട്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങൾ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഞാനിതിപ്പം ഇത് ചെയ്യണമെന്നുള്ള വിചാരത്തിരുന്നതൊന്നുമല്ല, പെട്ടെന്ന് പ്ലാൻ മാറിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ചുകൂടെ വലിയ പീസാകുമ്പം ഓരോരുത്തർക്കും ഓരോന്നിങ്ങനെ എടുക്കുമ്പം അതൊരു രസമാണ്. പക്ഷേ ഇതും വേറെ ഒരു നല്ല രസമുണ്ട് കേട്ടോ. കാരണം ആ ഒരു സ്ട്രിപ്സ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എടുത്തെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബോൺലെസ്സും കൂടെ ആണല്ലോ, അതുകൊണ്ടാണേ. ഇപ്പോൾ ദേ നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇതേപോലെ നല്ല മൊരാന്നായി നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ KFC നിന്നാണെങ്കിൽ പോലും അവർ നല്ല ചൂടോടെ നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്യണമല്ലോ, ചൂടോടെ വറുത്തല്ലേ കൊണ്ടുവരുന്നത്. അത് നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ പതുപതാന്നായി പോവും. അതിപ്പം നമ്മളെന്ന് അതിൻ്റെ അല്ല, ഏതായാലും അങ്ങനെ തന്നെ കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ഈ സാധനം കഴിക്കുമ്പം നല്ല ചൂടോടെ വേണം കഴിക്കാൻ. എന്നിട്ട് ദേ നമ്മുടെ വീഡിയോയിൽ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായി വരുന്നുണ്ട്. ഡിപ്പൊക്കെ ചേർത്ത് കഴിക്കുമ്പം അടിപൊളി ക്രിസ്പിനെസ് ഉള്ള ചിക്കൻ നല്ല കിഡിലുമായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഒരു പീസ് എടുത്തിട്ട് ഡിപ്പിലിങ്ങനെ മുക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആഹാ എന്തോ ടേസ്റ്റ് എന്നറിയും, സൂപ്പർ ടേസ്റ്റായിരുന്നേ. അപ്പോൾ ദേ നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും വ്ളോഗ്സും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒത്തിരിയും പേരുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ തീരാറായി. ഇനി വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.